നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു മീറ്റിങ്ങിന് ചാൻസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്ത് പറയും നോക്കാം. അവരുടെ റൊമാൻറ്റിക് ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ അവർക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അവർക്ക് സ്നേഹത്തോടെ, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നോക്കാം. പക്ഷെ എന്താ വരുന്നത് നോക്കാം. പേഴ്സൻ്റെ വല്ല സ്ട്രെസ്സിനെ കുറിച്ചാണോ പറയാനുള്ളത്, അതോ നിങ്ങളോട് സ്നേഹത്തോടെ കുറച്ച് സംസാരിക്കുകയോ എന്തൊക്കെയാണോ പറയുക, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് അവർ എക്സ്പ്രസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ഒരു മൈൻഡിലുള്ള തോട്ട്സ് എന്ന രീതിയിൽ എടുക്കാം. അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന രീതിയിൽ നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചാൽ അവർ നിങ്ങളോട് എന്ത് പറയും എന്ന് നോക്കാം. എന്തായിരിക്കും അവർ നിങ്ങളോട് പറയാം. ഇത് സിംഗിൾ പൈലതേ ഉള്ളൂ, സിംഗിൾ റീഡിംഗ് ആണ്. നമുക്ക് കളക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇനി ഒരിക്കത് നല്ല കാർഡ്സ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഞാൻ വേണമെങ്കിൽ 2 പൈൽ വെച്ചിട്ട് ശ്രമിക്കാം അതിൽ കൂടി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താ പറയാനുള്ളത്? റൊമാൻറ്റിക് ആയിട്ട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ എന്താ പറയുന്നത് നോക്കാം. ലെറ്റ്സ് സീ. 10 ഓഫ് പെന്റിക്കിൾസ്. ഞാനത് അവരുടെ ഒരു കോൺവെർസേഷൻ പോലെ പറയാൻ ശ്രമിക്കാം. ഓക്കെ. അവർക്ക് എന്തൊക്കെയാ പറയാനുള്ളത്, നിങ്ങളോട് എന്തൊക്കെയാ പറയാനുള്ളത് നോക്കട്ടെ കുറച്ചുകൂടി. ഓക്കെ, ഞാൻ അവരുടെ ഒരു ചാനൽ മെസ്സേജ് പോലെ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. മാരേജ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട്, ശരിക്കും ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഒന്നിച്ചൊരു ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില തടസ്സങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ. റിലീജിയൻ്റെ തടസ്സം. അതുകൊണ്ട് തന്നെ ഒരു മാരേജ് പോസിബിൾ ആണോ എന്നെനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്. എനിക്ക് എല്ലാവരെയും മുമ്പിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, എനിക്ക് ഉറപ്പില്ല. എനിക്കൊരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ലേശം പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ. കുറച്ച് ഫൈനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് എനിക്ക്. ഫൈനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ഒരു സമയമാണ്. അത്ര ഒരു സ്റ്റേബിൾ ഒരു ലൈഫല്ല ഇപ്പം എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ നമ്മൾ ഒന്നിച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നിനക്ക് തരാൻ സാധിക്കുമോ എന്നെനിക്ക് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കൂടെ കൂട്ടുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. നിന്നെ കൂടെ ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരിക എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ഒരു ലേശം ഞാൻ അകന്ന് നിൽക്കുന്നത് ഒരു ഹോപ്പ് തരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എല്ലാം ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാടുണ്ട്. പക്ഷേ അത് സാധിക്കുമോ ഇപ്പോൾ അതിന് പറ്റിയ ഒരു സാഹചര്യമല്ല, അതിന് പറ്റിയൊരവസ്ഥയല്ല ഇപ്പോൾ. എനിക്കൊരു പേടിയുള്ളത്, നീ വേറെ ആരുടെയെങ്കിലും കൂടെ പോവോ എന്നാണ് എൻ്റെ പേടി. എൻ്റെ ഫിയേഴ്സ് അങ്ങനെയാണ്. ഞാൻ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഞാൻ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, നിനക്ക് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ തന്നില്ലെങ്കിൽ, നീ വേറെ വല്ലവരുടെയും കൂടെ പോവോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. എനിക്ക് നഷ്ടപ്പെടുമോ തന്നെ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഇപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സമയമാണ്. ഒരു ഡിസിഷൻ എടുത്ത് എന്നെ തന്നെ ചൂസ് ചെയ്ത് നിൻ്റെ കൂടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. ഇപ്പം എനിക്ക് വേറെയും പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്.
വേറെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അതിലെപ്പോഴും എനിക്ക് ഏറ്റവും ഞാൻ അതിൽ എന്തൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിലും ശരി, ഞാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ഒരു ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് അതിൽ ഞാൻ ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് നിൻ്റെ മുഖമാണ് ഓർമ്മ വരിക. നീ തരുന്ന കെയറും ആ ഒരു സ്നേഹവും എല്ലാം അതെനിക്ക് അത്രയും എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ വേറെ ആരും എൻ്റെ ജീവിതത്തിലില്ല. എന്തൊക്കെ എൻ്റെ ലൈഫിൽ ഓപ്ഷൻ ഉണ്ടെങ്കിലും ശരി, വേറെ ആരുണ്ടെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും ശരി, ഫാമിലി ആയാലും വേറെ കാര്യങ്ങളായാലും എന്ത് തന്നെ ആയാലും, പക്ഷെ എൻ്റെ ആ ഒരു സ്നേഹം, ഫീലിങ്സ് നിന്നോട് തന്നെയാണ്, നിനക്കും അതേപോലെയാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എവിടെയോ ഇനിയിപ്പോൾ ഞാൻ ആക്ഷൻ എടുക്കാൻ എങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാൽ നീ വേറെ നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും ആ ഒരു സമയം, എനിക്കത് ഒരു തീരുമാനം എടുത്ത് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല. ഇപ്പം എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്യോ എന്ന് ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ഇവിടെ ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വിഷമം അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടുകയാണോ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എന്നോട് ന്യായമായത് ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് എനിക്കും ഉണ്ട്. എനിക്കറിയാം ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളത്. നീ എത്രത്തോളം ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ അത്രത്തോളം ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പക്ഷെ സാധിക്കാതെയാണ്. ഈ സൊസൈറ്റി മറ്റുള്ളവരെ ബോധിപ്പിക്കണം, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയാൽ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷെ എനിക്ക് സക്സസ് വേണം എന്ന ആഗ്രഹമുണ്ട്. എനിക്ക് നീയുമായിട്ട് മുന്നോട്ട് ഒരു ലൈഫ് സക്സസ് വേണം, നമ്മൾ തമ്മിൽ ഒന്നിച്ച് വേണം, ശരിക്കും ഒരു മാരേജ്, കമ്മിറ്റ്മെൻറ്റ് എല്ലാം വേണം എന്നെനിക്ക് എൻ്റെ മനസ്സിൽ ശരിക്കുമുണ്ട്. നിന്നെ നഷ്ടപ്പെടാതെ നിന്നെ എൻ്റെ കൂടെ തന്നെ ജീവിതത്തിൽ കൂട്ടണം എന്നെനിക്ക് നല്ലോണം ആഗ്രഹമുണ്ട്. ഞാനൊരു അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചില നിവൃത്തികേടുകൾ കൊണ്ടാണ്, എൻ്റെ സാഹചര്യം കൊണ്ടാണ്. ഓക്കെ, നിങ്ങളെ പേഴ്സൺ പറയുന്നത് അതാണ്. വേറെയും ഐ തിങ്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ ചാൻസ് ഉണ്ട്. ഹയർഫൻറ്റും ഉണ്ടായിരുന്നു, 7 ഓഫ് കപ്സും ഉണ്ടായിരുന്നു. സോ മേ ബി അവർ മാരീഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവാം. റിലീജിയൻ വേറെ എന്ന് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയാവാം. പക്ഷെ മാക്സിമം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും തിരിച്ചും രണ്ടും ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഈക്വൽ ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അവർ കൺഫ്യൂസ്ഡ് ആണ് ലേശം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കാലം തിരിഞ്ഞു വരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, വിധി, ഫെയ്റ്റ് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരും. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നിങ്ങൾ നല്ലോണം നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ആരെയും വിഷമിപ്പിക്കാൻ പോകണ്ട, വേദനിപ്പിക്കാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ ഇവിടെ എനിക്ക് എവിടെയോ ഒരു തോന്നൽ, ഇത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല, തേർഡ് പാർട്ടി ഉണ്ടാവും. ഓക്കെ, ഇല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാം. പക്ഷെ എനിക്കിവിടെ എവിടെയോ നിങ്ങളുടെ അടുത്ത് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങളുടെ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന ഒരു കാര്യം കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി നിങ്ങളത് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഹൈറഫൻറ്റും നമ്മൾ ആക്ച്വലി ഒരു തരത്തിലൊരു സ്പിരിച്വലിൻ്റെ കാര്യം കൂടി പറയും. നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ, മേ ബി. ഓക്കെ, അപ്പോൾ പേഴ്സൺ ഇപ്പോൾ തീരുമാനം എടുക്കുന്നില്ല എന്ന രീതിയിലാണ്. അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് പക്ഷേ വിക്ടറി ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ടൊരു സക്സസ് ആഗ്രഹമുണ്ട്, അത് വരും ചെയ്യും. വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു വിൻ വരും എന്ന രീതിക്കാണ്. നിങ്ങൾ സക്സസ് ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട്. ഓക്കെ, ഇപ്പം ലേശം അവർ ഒരു ബ്ലോക്കേജോ ഒരു ലേശം ഒരു അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡിൻ്റെ ഒരു ഇൻഡെസിഷൻ കൊണ്ടാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, സക്സസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിലെല്ലാം അവർക്ക് മനസ്സിലുണ്ട് ശരിക്കും നല്ലോണം. ആൻഡ് ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, ഒരു ഡിസിഷൻ്റെ പ്രോബ്ലമാണ് ഇവിടെ കാണുന്നത്. ആ ഒരു തീരുമാനം എടുക്കാൻ അവർക്കൊരു സ്ട്രെങ്ത് ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ബിക്കോസ് ഫൈനാൻഷ്യലി ചിലവർ ഇഷ്യൂസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റഡ് റിലേഷനിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം, ഫാമിലിയുടെ തടസ്സങ്ങളായിരിക്കാം. ഓക്കെ, പക്ഷേ ഫീലിങ്സ് വൈസ് പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഇമോഷൻസ് വൈസ് ശരിക്കും നിങ്ങളോട് തന്നെയാണ്. ആൻഡ് 10 ഓഫ് പെന്റക്കിൾസ് നമ്മൾ ഫാമിലി കാർഡാണ്. സോ ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നു എന്നാൽ, ആൻഡ് ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ ശരിക്കും മാരേജിൻ്റെ കാർഡ്സ് ആണ്.
ഓക്കെ, മാരേജ് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. വേറെ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്ത് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് കൂടി നമുക്ക് നോക്കാം. Okay, let's see. Disruption, fertility, emotional withdrawal. Okay. Movement, choices, decisions. Yes, two of swords, two forms. Transformation, mental conflict. Again, two. And sacral chakra. Oh my god. Okay, confidence, power and trapped in fear. Yes, നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിയറിൽ പെട്ടിരിക്കുകയാണ്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും. ഓക്കെ, അവർക്ക് അവനവനെ തന്നെ അവർ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനവനെ തന്നെ ഒരു പെടുത്തി വെച്ചിരിക്കുന്ന പോലെയാണ്. അതായത് സിറ്റുവേഷൻസിൽ പുറത്തു വരാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് തന്നെ സാധിക്കും. ഞാൻ ഐ തിങ്ക് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സിറ്റുവേഷൻ സാഹചര്യമൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ കയ്യിൽ തന്നെയാണ് പവർ. എപ്പോഴും പവറും ഉണ്ട് ഇവിടെ. സോ പവർ ഉണ്ട്, പക്ഷെ അത് അവർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അവർ ട്രാപ്ഡ് ആണ്. ഓക്കെ, 8 ഓഫ് സോഡ്സിന്റെ എഫക്റ്റ് ആണിത്. അവർക്കൊരു ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ. അഗൈൻ ഇതും 8 ആണ്. 8 ഓഫ് എമോഷണൽ വിഡ്രോവൽ. അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരല്പം അകൽച്ച വെക്കുന്നുണ്ട്. ഓക്കെ, ആ അകൽച്ച അവർ വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ സ്വന്തം പേടികളാണ്, അവരുടെ മനസ്സിന്റെ പേടികളാണ്, അവരുടെ ഫിയേഴ്സ് ആണ്. അവർക്ക് ധൈര്യമില്ല എന്ന് തന്നെ പറയണം. എനിക്ക് വേറെ ഒന്നും അതിനെ പറയാനില്ല വാക്ക്. ശരിക്കും അവർക്ക് ധൈര്യമില്ല ഒരു ആക്ഷൻ എടുത്ത്. മറ്റ് എന്ത് എതിർത്താലും ശരി, നമ്മൾ പറയില്ല, എന്ത് എതിർപ്പുണ്ടെങ്കിലും ശരി, നമ്മൾക്ക് വേണമെന്ന് തീരുമാനിച്ച് ചില ആക്ഷൻസ് എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അവർ സ്വയം ഒരു ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അവനവൻ, നമ്മൾ പറയില്ല, അവർ ബ്രോക്കൺ ആണ് അവരും. ഓക്കെ, അവർക്ക് ചിലപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ വല്ല ലോസ് വന്നിട്ടുണ്ടാവാം, അതിൻ്റെയോ ആയിരിക്കാം. ഒരിക്കൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫ് എന്ന് ഇപ്പോൾ ചിലർ ഒരു ആദ്യം അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയണം. അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അതൊരു മനസ്സിലൊരു പേടിയായിട്ട് അവിടെ കിടക്കും. ഇനിയും അതുപോലെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി. ഓക്കെ, അല്ലെങ്കിൽ വീട്ടുകാരോട് ഒരിക്കൽ പറഞ്ഞു ദാറ്റ് എനിക്ക് ഈ മാരേജ് വേണമെന്ന് പറഞ്ഞു, അവർ സമ്മതിച്ചില്ല. പക്ഷേ ഇനി അപ്പോൾ അവർക്ക് ഇനി പിന്നീട് അത് അങ്ങനെ ഒരു പേടി പിടിച്ചു, ദാറ്റ് ഇനി അതിനെക്കുറിച്ചേ മെൻഷൻ ചെയ്യില്ല എന്നുള്ളൊരു പേടി. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അവർ ബ്രോക്കൺ ആണ്. പുറത്തേന് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് പേടി ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് പേടി, ഇത് അങ്ങനെ സൊസൈറ്റിയുടെ പേടി, അങ്ങനെ ഓരോന്നും. ഓക്കെ, അവരെന്നെ കുറച്ച് ബ്രോക്കൺ ആണ് എന്ന രീതിയിൽ പറയാം നമുക്ക്. അവർക്കൊരു ധൈര്യമില്ല മുന്നോട്ടൊരു ആക്ഷൻ എടുക്കാൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഫെർട്ടിലിറ്റി കാണുന്നുണ്ട്, ശരിക്കും ഗ്രോത്ത് വരും ഇവിടെ എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഗ്രോത്ത് മുന്നോട്ട് വരും. ഓക്കെ, ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു മാറ്റം സംഭവിക്കാനുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് മാറ്റം വരും തീർച്ചയായിട്ടും. ഗ്രോത്ത് വരും എന്തായാലും. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഗ്രോത്തിൻ്റെ കാര്യമാണ് അല്ലേ? ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പ്രഗ്നൻസിയുടെ കാര്യമാണ്. പക്ഷെ പ്രഗ്നൻസി ആയിട്ടല്ല എടുക്കേണ്ട ഇവിടെ. ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ഗ്രോത്തിൻ്റെ കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ അവർ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനുണ്ട്. 2 ഉണ്ട്. വീണ്ടും കൺഫ്യൂഷൻസ്, അവരുടെ മൈൻഡിലെ കൺഫ്യൂഷൻ, ടെൻഷൻ, ബ്ലോക്കേജ്. അവർക്ക് ധൈര്യമില്ല. സൈക്കിൾ ചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ ധൈര്യത്തിൻ്റെ ആണ് പറയുക, കോൺഫിഡൻസിൻ്റെ ആണ് പറയുക. അതില്ല അവർക്ക്. ആ കോൺഫിഡൻസ് ഇല്ല അവർക്ക്. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, ഇമോഷണൽ വിഡ്രോവൽ. അതുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് അല്പം മാറി നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഇതൊന്നും പറയുന്നില്ലെങ്കിൽ അത് അവരുടെ പേടികളും അവരുടെ ഫിയേഴ്സും അവരുടെ ഡൗട്ടും അതൊക്കെ കൊണ്ടാണ്. അവർക്ക് ധൈര്യമില്ല എന്ന് തന്നെ പറയണം. അവർക്കൊരു ആക്ഷനായിട്ട് എടുക്കേണ്ടി വരും അല്ലേ? നിങ്ങൾക്ക് ഒരു പ്രോമിസ് തന്നു കഴിഞ്ഞാൽ അവർ ആക്ഷനായിട്ട് എടുക്കണം. പക്ഷെ അതിനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നില്ല. വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി ആയിട്ട് വേണം, ഫ്യൂച്ചർ വേണം, എല്ലാ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ മൈൻഡ് ബ്ലോക്കേജ് ആണ്. ട്രാൻസ്ഫോം. ഓക്കെ, എന്തായാലും ഒരു പുതിയ ബിഗിനിങ് വരും എന്ന് നമുക്ക് പറയാം. ഓക്കെ, പുതിയ ബിഗിനിങ് വരും. അവർക്ക് ചില ധൈര്യങ്ങളും കോൺഫിഡൻസും ഒക്കെ വരാനുണ്ട്, അതൊക്കെ വരും. എല്ലാം ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കാർഡ് നമുക്ക് മെയിനായിട്ട് എടുക്കാം. ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം വരും. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും. എന്തൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അത് അവർ ഓവർകം ചെയ്യാൻ അവർക്ക് സ്ട്രെങ്ത് അവർ ഗെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്ന് വിശ്വസിക്കാം. ഓക്കെ, പക്ഷേ വേറെ കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ, നമ്പേഴ്സ് കൂടി ഞാൻ മെൻഷൻ ചെയ്യാമായിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഗ്രോ ചെയ്യൂ, നിങ്ങൾ കോൺഫിഡൻ്റ് ആവൂ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കാണിക്കൂ. അപ്പോൾ അത് കാണുമ്പോൾ അവർ കൂടി ഇൻസ്പയർ ആവും. അങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 8 വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു 8 കൂടി ഉണ്ട്. ഓക്കെ, 3 8 ഉണ്ട്, 8 ഉണ്ട്, 2 ഞാൻ ഓൾറെഡി പറഞ്ഞു, 3 2 ഉണ്ട്, 13 അപ്പോൾ 4 പറയാം. ഓക്കെ, 16 ഉണ്ട്, 7 ആവാം. ഓക്കെ,
സോ ഈ നമ്പേഴ്സ് പ്രത്യേകിച്ച് ഐ തിങ്ക് ഇവിടെ 3 ഉണ്ട്. ഓക്കെ, 2 and 8 നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് റെസനേറ്റ് ആവാം. 2 എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാലൻസിൻ്റെ കാര്യം പറയാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ ബാലൻസ് ചെയ്യുക, നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക, നിങ്ങൾ അവനവൻ്റെ ആ ഒരു ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ ബാലൻസ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ പേഴ്സൺ ഇങ്ങോട്ട് വരുന്നില്ല, ഒരു തീരുമാനം എടുത്ത് വരുന്നില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ അതിൽ പ്രഷർ ചെയ്യാൻ പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, മാറി നിൽക്കൂ. നിങ്ങൾ മാറി നിന്ന് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. കാരണം നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങൾ എന്ത് കാണിക്കുന്നോ അത് കണ്ടിട്ട് അവർ കൂടി ഇൻസ്പയർ ആവട്ടെ. ഓക്കെ, അവർ നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ ഫാമിലി എതിർത്താലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുക, നിങ്ങൾ എല്ലാം മറികടന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു കാലിൽ നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത്, അതിപ്പോൾ സോറി ഇത് ജെൻസ് ആയാലും ലേഡീസ് ആയാലും രണ്ടും നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ കൂടിയാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് കൂടി അതൊരു ഇൻസ്പിറേഷൻ ആവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മേ ബി നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും റിലേഷൻഷിപ്പിൽ. നിങ്ങൾ അവനവനെ ആദ്യം ട്രാൻസ്ഫോം ചെയ്യൂ, കാര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കലി എല്ലാം മാറി വരും. ആക്ച്വലി നമ്മൾ മാറ്റം വരുമ്പോൾ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണിൻ്റെ ശരിക്കും ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യക്കുറവാണ് ഇവിടെ മെയിൻ പ്രശ്നം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആദ്യം കൊണ്ടുവരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.